92 ഡിസംബർ മാസം 6-ാം തീയതി RSS BJPക്ക് അരുതുന്ന കോൺഗ്രസ് ഇപ്പോഴും ആ കറുത്ത കളങ്കപ്പാട് മാഞ്ഞു പോകാത്ത കോൺഗ്രസാണ്. അതുകൊണ്ടാണ് ബാബറി പള്ളിയുടെ ശ്മശാന ഭൂമിയിൽ ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി കാഞ്ചാടി കളിച്ചത്. അതും ഇന്ത്യ കണ്ടതാണ്. ഈ രാജ്യം ചോദിച്ചു വന്ന് ആ ചടങ്ങിലേക്ക് ഗോഡ്സെയുടെ പാർട്ടി വിളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്ക് എന്തിനാണ് ആശയക്കുഴപ്പം? ചാഞ്ചാട്ടം എന്തിനാണ്? ഉത്തരം പോലും കിട്ടിയിട്ടില്ല. ആഴ്ചകൾ ചാഞ്ചാടിയവർ CPIയും CPMഉം ആ നിമിഷം ആ ക്ഷണം നിരാകരിച്ചവരാണ്. ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞവരാണ്. ആ നിലപാടില്ലായിരുന്നുവെങ്കിൽ മിക്കവാറും കോൺഗ്രസ് പോയേനെ. ഞങ്ങൾ എടുത്ത നിലപാട് കൊണ്ട് അവസാനം കോൺഗ്രസ് പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പല നേതാക്കന്മാരും അവിടെ പോയി. പല മന്ത്രിമാരും പറയുന്നു ഞങ്ങൾ പോകുന്നു എന്ന് പറയും. ഞങ്ങൾ അമ്പലങ്ങൾക്കെതിരല്ല. അയോധ്യയിൽ അമ്പലം പണിതാൽ ഞങ്ങളെതിരല്ല. പക്ഷേ ബാബറി മസ്ജിദ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ് അമ്പലം പണിയേണ്ടത് എന്ന വാദം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, ബാബറി മസ്ജിദിന്റെ ശ്മശാന ഭൂമിയിൽ പണിത അമ്പലത്തോട് കോൺഗ്രസ് കാണിച്ച സമീപനം അത് ന്യൂനപക്ഷങ്ങളെ അമർഷം കൊള്ളിക്കുന്ന കോൺഗ്രസിന്റെ BJP അനുകൂലമായ നിലപാടിന്റെ പ്രതിഫലമാണെന്ന് അവർ കാണുന്നുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് രണ്ടാമത്തേത്, ക്രിസ്ത്യൻ മൈനോറിറ്റി. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടോ അംഗമായിട്ട്? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഇല്ല അംഗമായിട്ട്. മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾക്ക് ഒരംഗത്വം പോലും കൊടുക്കാത്ത മൈനോറിറ്റി കമ്മീഷനാണ് ഇവിടെയുള്ളത്, ഇന്ത്യയിലുള്ളത്. BJP നേതാക്കന്മാർ ക്രിസ്തീയ പുരോഹിതന്മാരെ കാണുമ്പോൾ ചിരിക്കും, കൈകൊടുക്കും, കെട്ടിപ്പിടിക്കും, അതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവരുടെ സങ്കടം പറയാൻ വേണ്ടിയുള്ള ഒരു വേദിയിൽ മൈനോറിറ്റി കമ്മീഷനിൽ ഒരംഗത്വം പോലും കൊടുക്കില്ല. അതവർ കാണുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ പറയുന്നു, ന്യൂനപക്ഷ അവകാശങ്ങളെ രാഷ്ട്രീയ നിലപാടിന്റെ അവിഭാജ്യമായ ഭാഗമായി കാണുന്ന ഇടതുപക്ഷത്തെ ന്യൂനപക്ഷങ്ങൾ സ്വന്തം മിത്രങ്ങളായി കാണുന്നു. ഹിന്ദുമതത്തിന്റെ വിശാലമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ജനങ്ങൾ, വിശ്വാസികൾ, അവർ ഞങ്ങളെ കാണുന്നത് മിത്രങ്ങളായിട്ടാണ്. മതഭ്രാന്തിന്റെ ഭാഗത്തേക്ക് മറ്റെല്ലാവരും എഴുതി പോകുമ്പോൾ മതവിശ്വാസങ്ങളെ മാനിക്കുന്ന, വിശ്വാസികളെ മാനിക്കുന്ന, അതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളാണ് ഇന്ത്യയുടെ വർത്തമാനത്തിന്റെയും ഭാവിയുടെയും കാതലായ ഭാഗം എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷമാണ് രാഷ്ട്രീയമായ ശരിയെന്ന് എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യവും LDF അനുകൂലമായ ഈ കാറ്റ് വീശാൻ കാരണമായിട്ടുണ്ട്. അതിന്റെ എല്ലാം ചുവടുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. CPI പലവട്ടം പറഞ്ഞു 20-ൽ 20 സീറ്റുകളും ജയിക്കലാണ് LDF ലക്ഷ്യം. അതിൽ CPIയോട് മത്സരിക്കാൻ LDF പറയുന്ന 4 സീറ്റുകളിലും ഞങ്ങൾ ജയിക്കും, LDF ജയിക്കും. അതിനുവേണ്ടിയുള്ള സംഘടനാ രാഷ്ട്രീയ ഒരുക്കങ്ങളെല്ലാം LDF പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ആ സ്ഥാനാർത്ഥികൾ ഇവരാണ്. ഇവരെല്ലാവരെയും നിങ്ങൾക്കറിയാം. അവരെല്ലാവരും ജനങ്ങൾക്കൊപ്പം നിലകൊണ്ടവരാണ്, എന്നും നിലകൊണ്ടവരാണ്. എല്ലാവരും കറയറ്റ
വ്യക്തിത്വമാണ് ഉള്ളത് അവർക്കെല്ലാം. അവരെല്ലാവരും ജനകീയ പോരാട്ടങ്ങളിൽ തുടം ചെയ്തെടുക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും ജനങ്ങളുടെ കൂട്ടുകാരാണ്. ആ ബന്ധവുമുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായി. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക. തിരുവനന്തപുരം സഖാവ് പന്നിയൻ രവീന്ദ്രൻ, മാവേലിക്കര സഖാവ് CA അരുൺകുമാർ, തൃശൂർ സഖാവ് VS സുനിൽകുമാർ, വയനാട് സഖാവ് ആനി രാജ. ഇതായിരിക്കും CPI സ്ഥാനാർത്ഥി പട്ടിക. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട്. എവിടെയും. വയനാട്ടിൽ മത്സരിക്കാം. രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തിപരമായി വിദ്വേഷമൊന്നുമില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് സ്നേഹമുണ്ട് ഞങ്ങളിൽ പലർക്കും. അത് രാഷ്ട്രീയ സ്നേഹമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്. ആ സ്നേഹവുമുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ആ ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഒന്നാമത്തെ ചോദ്യം, ഈ സമരത്തിൽ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പോരാട്ട വേദി ഏതാണ്? മഹാഭൂരിപക്ഷം MP-മാരെയും പറഞ്ഞിരിക്കുന്ന ഉത്തരേന്ത്യയാണോ, അതോ 20 MP-മാരെ മാത്രം പറഞ്ഞിരിക്കുന്ന കേരളമാണോ? ഒറ്റ MP പോലും BJPക്ക് വേണ്ടി ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത്? ഈ വലിയ സമരത്തിന്റെ പ്രധാനപ്പെട്ട പോരാട്ട ഭൂമികയായ ഇന്ത്യയുടെ ഹാർട്ട് ലാൻഡ് ആയി വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യ വിട്ട് രാഹുൽ ഗാന്ധി ഈ തെക്കേ കോണിലെ കേരളത്തിലേക്ക് ഓടിയെത്തുമ്പോൾ BJP അത് സ്വാഭാവികമായിട്ടും ഒരു വിഷയമാക്കി മാറ്റും. അവരെ നേരിടാൻ ഭയപ്പാടായതുകൊണ്ട്, ധൈര്യക്കുറവ് കൊണ്ട് രാഹുൽ ഗാന്ധി കളം വെട്ടോടി എന്ന് പറയും. അമേത്തിയിൽ ആ പ്രചാരവേല നടന്നു. അന്ന് അമേത്തിയിൽ കോൺഗ്രസ് തോറ്റു, BJP ജയിച്ചു. ഉത്തരേന്ത്യ മുഴുവനും ആ ഓട്ടം കോൺഗ്രസ് അന്ന് BJP അന്ന് ഒരു പ്രചരണായുധമാക്കി മാറ്റി. അത് നിങ്ങൾക്കറിയാം. അതിന് ഫലമുണ്ടായി. ഉറപ്പാണെന്ന് കോൺഗ്രസ് കരുതിയ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് തോറ്റു, BJP ജയിച്ചു. അതിന്റെ പാഠമൊന്നും കോൺഗ്രസ് പാർട്ടി പഠിച്ചിട്ടില്ല. രണ്ടാമത്തെ മുഖ്യമായ രാഷ്ട്രീയ ചോദ്യം ഇതാണ്: ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി? മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ പ്രമാണങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി? RSS BJP ആണോ, അതോ ഇടതുപക്ഷമാണോ? ഇടതുപക്ഷമാണെങ്കിൽ അത് കോൺഗ്രസ് പറയണം. BJP RSS ആണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമുഖമായ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അവിടെയായിരിക്കും, ഇവിടെയല്ല. ലളിതമായി പറയാം, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധി, പൊളിറ്റിക്കൽ വിസ്ഡം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ പൊളിറ്റിക്കൽ വിസ്ഡം ഉയർത്തിപ്പിടിക്കാൻ, അതിന്റെ വിവേകം കാണിക്കാൻ ബാധ്യതയുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. അതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചെയ്യട്ടെ. അല്ല, ഞങ്ങൾ വി ആർ നോട്ട് സോ കീൻ അബൌട്ട് ദാറ്റ്. ആരും വരട്ടെ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ.
ഞങ്ങൾ കോൺഗ്രസിന്റെ ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് വി ആർ പാർട്ട് ഓഫ് ഇന്ത്യ അലയൻസ്. അതല്ലേ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം. നിങ്ങളാരും കാണുന്നില്ലേ, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് അശോക് ചവാൻ. കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ്, ഇപ്പൊ BJP. വേറെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു കമൽനാഥ്. അദ്ദേഹം വണ്ടി കയറിയിട്ട് ഡൽഹി വരെ വന്നു, മകനെയും കൂടെ കൂട്ടി. എല്ലാവർക്കും അറിയാം എന്തിനാ വന്നതെന്ന്. BJP നോ പറഞ്ഞുകൊണ്ട് അദ്ദേഹം BJP ആയില്ല. അല്ലെങ്കിൽ കമൽനാഥും BJP ആയാലും ഞങ്ങളെല്ലാവരും നിങ്ങളും കാണുന്നില്ലേ, പാർലമെന്റിൽ ഇടതുപക്ഷക്കാർ, കോൺഗ്രസുകാർ തന്നെ സംസ്ഥാനങ്ങൾ എഴുന്നേറ്റാൽ കൂലി പിടിക്കാൻ, ശബ്ദമുണ്ടാക്കാൻ, ഇരിക്കണമെന്ന് പറയാൻ, ജയ് ശ്രീറാം വിളിക്കാൻ എല്ലാം മുമ്പിലുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട കുറച്ചേറെ പേർ മുൻ കോൺഗ്രസുകാരാണ്. പഴയ മുഖ്യമന്ത്രിമാർ, പഴയ MP മാർ, പഴയ PCC പ്രസിഡന്റുമാർ, പഴയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ. അതാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പറയുന്നു, കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറക്കാതിരിക്കണം. അതുകൊണ്ട് ഇന്ത്യ സഖ്യം. ഇതൊക്കെ നിങ്ങളെവിടെ ജീവിക്കുന്നത്? നിങ്ങൾ ഇനിയും കഥ പറയാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞല്ലോ, യുനാനിമസ് എന്ന വാക്കുണ്ട്. ഐകകണ്ഠേനയാണ് എല്ലാ തീരുമാനങ്ങളും. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന ഇതാണ്, നിങ്ങൾ ആരെങ്കിലും തെറ്റായ വിവരം തന്ന് വഴിതെറ്റിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അത്തരം ആളുകളുടെ കയ്യിലെ കളിപ്പാവയാകരുത്. എല്ലാ സ്ഥലത്തുനിന്നും ഒരു പേര് പോരാ. അതാണ് CPI-യുടെ നിർദ്ദേശം ഇതാണ്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വരേണ്ടത് ഒരു പേരല്ല, മിനിമം 3 പേരാണ്. എല്ലായിടത്തുനിന്നും വന്നിട്ടുണ്ട് 3 പേരുകൾ വീതം, എല്ലായിടത്തുനിന്നും.